ഹായ് ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രപ്സ്കെ ലേണിംഗ് ആപ്പ് HST ഇംഗ്ലീഷിന് രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. ഒരു ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബാച്ച് അടുത്ത ദിവസം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് HST ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ആശങ്കകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് സംവദിക്കുന്നത്. ഓർമ്മിക്കേണ്ട, HST ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ HST ഇംഗ്ലീഷ് ഒരു വേക്കൻസി ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. കാരണം ഭാഷാ വിഷയങ്ങളിലൊന്നായി ഇംഗ്ലീഷിനെ പരിഗണിക്കുകയും ഇംഗ്ലീഷിന് എല്ലാ ഹൈസ്കൂളുകളിലും ഒരു പോസ്റ്റ് അത് കോടതി പറഞ്ഞതാണ്. ഇപ്പോൾ തൽക്കാലം 5 ഡിവിഷണൽ സ്കൂൾ ഒരു പോസ്റ്റ് അഡീഷണലായിട്ട് തൽക്കാലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നേരിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്, അതായത് ഈ പ്രതിസന്ധി തരണം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ HST ഇംഗ്ലീഷിലുള്ള പോസ്റ്റ് ഉണ്ടാവും. യാതൊരു സംശയമില്ല. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. HST ഇംഗ്ലീഷ് ഒന്നുകിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം PSC കോൾ ഫോർ ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. അത് 25 ലാസ്റ്റ് പരീക്ഷ ഉണ്ടായിരിക്കും. പരീക്ഷ നടത്തും, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിന് പോസ്റ്റിംഗ് ഉണ്ടാവുകയും ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്ക് വേണം. അപ്പോൾ ഒരു ഗ്രാജുവേറ്റായ BEd കഴിഞ്ഞ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഒരു നല്ല പരീക്ഷയാണ് HST ഇംഗ്ലീഷ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ലിറ്ററേച്ചറാണ്, അതിന് ഒരു പരിധിയൊന്നുമില്ല, ഏത് ഭാഗത്ത് ചോദിക്കാം. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രിപ്പറേഷൻ. അപ്പോൾ HST ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് പരിശോധിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ സിലബസ് നോക്കുക, പാർട്ട് A ആണ്. അപ്പോൾ ഇപ്പം PSC അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതിൻ്റെ സിലബസ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. സിലബസ് മാറിയാലും ശരി, മാറുന്നില്ലെങ്കിൽ ശരി, ലിറ്ററേച്ചറാണ്, വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അത് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചും ഞങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ തന്നെ ഞങ്ങൾ പറയും. നോക്കുക, ഈ പാർട്ട് നോക്കുക. മൊഡ്യൂൾ പാർട്ട് Aയിൽ മൊഡ്യൂൾ 1 ആണ്, കേരള റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. കേരളത്തിൻ്റെ നവോത്ഥാന സമരങ്ങൾ, റിനൈസൻസ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, ഇത് എല്ലാ പരീക്ഷയ്ക്കും കേരളത്തിലെ ഒരു കേരളീയൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിവരങ്ങളാണ്. ഇതൊക്കെ ഒരു ജനറൽ നോളജാണ്, ബേസിക് നോളജാണ്. ഇത് ഞങ്ങൾ ക്ലാസ് എടുക്കും. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകൾ പാസ്സാകാൻ സഹായിക്കുകയും ചെയ്യും. ഇനി യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഇപ്പോൾ കേരള ഫ്രീഡം സ്ട്രഗിളിൽ കേരള മൂവ്മെൻറ്റ്, കേരളത്തിലുണ്ടായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ നവോത്ഥാന സമരങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സിലബസ് എങ്ങനെ പരിഷ്കരിച്ചാലും ഇതിൽ മാറ്റം ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജാണ്. GK ഇല്ലാത്ത ഒരാൾ ഈ കാലഘട്ടത്തിൽ കറണ്ട് അഫെയർസ്, GKയും കറണ്ട് അഫെയർസ് നമുക്ക് വേണം നിലനിൽക്കണമെങ്കിൽ. ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം അറിയണം, സംസ്കാരം അറിയണം, നടക്കുന്ന കാര്യങ്ങൾ അറിയണം, നമ്മുടെ സിനിമകളെക്കുറിച്ച് അറിയണം, കായിക രംഗത്തെക്കുറിച്ച് അറിയണം. അപ്പോൾ അതുപോലെയുള്ള സാഹിത്യത്തെക്കുറിച്ച് അറിയണം, അവാർഡ്സിനെ കുറിച്ച് അറിയണം. കറണ്ട് അഫെയർസ് ആൻഡ് GK, ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അവാർഡ്സ്, ഏതെല്ലാം മേഖലകളുണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ ഭംഗിയായി മനസ്സിലാക്കണം. അതിനുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് പഠിക്കണം. ടീച്ചിങ് മെത്തഡോളജി, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, സ്ട്രക്ചറൽ അപ്രോച്ചസ്, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അതിൽ യാതൊരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഓർമ്മിക്കണം, ഈ പാർട്ട് Aയിലെ 3 മൊഡ്യൂളിനും ഏത് സിലബസ് എങ്ങനെ പരിഷ്കരിച്ചാലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുകയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്താൽ തന്നെ അത് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതായിരിക്കും. റൈറ്റ്. അപ്പോൾ പാർട്ട് A സിലബസ്, ഈ പാർട്ട് A സിലബസ് യാതൊരു മാറ്റവുമില്ല. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കാരണം LP UPSC പരീക്ഷ കഴിഞ്ഞു, HSSC പരീക്ഷ വരാനിരിക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ആ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു സമയമുണ്ട്. അപ്പോൾ നല്ല സമയമുണ്ട്, വളരെ ഭംഗിയുള്ള സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സമയം എപ്പോഴും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. ചെറിയ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നേടി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ മേഖല നല്ലപോലെ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ മേഖലയെ കുറിച്ചായിരിക്കും. നോക്ക് നിങ്ങൾ, അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ പാർട്ട് ബി ആണ്. ഇതാണ് നമ്മളെ സിലബസ്. ഇതിലാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പോയട്രിയിൽ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 ആണ്. മാറുകയാണെങ്കിൽ ചിലപ്പോൾ 121 സോണറ്റ് എന്നുള്ളത് ചിലപ്പം 127 അല്ലെ. സോണറ്റ്സിനെ കുറിച്ച് ബേസിക്സ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. 121 ഇപ്പോൾ എടുക്കും. അപ്പോൾ 121 സോണറ്റ്സ് എടുക്കുമ്പോൾ സോണറ്റ്സിനെ കുറിച്ചൊരു ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കും. എന്താണ് സോണറ്റ്സ്, അത് ഏതൊക്കെ ട്രഡീഷൻ ഉണ്ട്, അതിൽ പെട്രാർക്കൻ സോണറ്റ് എന്താണ്, അപ്പോൾ അതിൽ ഷേക്സ്പിയറിൻ സോണറ്റ്സിൻ്റെ സവിശേഷത എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഷേക്സ്പിയർ സോണറ്റ്സ് മാറ്റം ഉണ്ടെങ്കിലും പഠിക്കണ്ട. അതുപോലെ ഡണ്ണ് വാലഡിക്ഷൻ ആൻഡ് ഫോർബിഡിങ് മോർണിംഗ് ആണ്. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടെങ്കിൽ അതെടുക്കും. മിൽട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്. ഇതാണ് ഏത് പോയട്രി പേപ്പർ. ഇത് ചിലപ്പോൾ യുളിസസിന് പറഞ്ഞ ലോട്ടസ് ഈറ്റേഴ്സ് ആവാം. ലോട്ടസ് ഈറ്റേഴ്സ് ചിലപ്പോൾ ആകാം. അപ്പോൾ ടെന്നീസിനെ കുറിച്ച് ഈ യുളിസസ് എടുക്കും. അഥവാ പരീക്ഷയ്ക്ക് മാറിക്കഴിഞ്ഞാൽ ലോട്ടസ് ഈറ്റേഴ്സ് എടുത്തു തരും. അല്ല ടിറ്റണസ് ആണെങ്കിൽ അത് എടുത്തു തരും. അതുപോലെ മൈ ലാസ്റ്റ് ടച്ചസ് ആണ്. ഈ മൈ ലാസ്റ്റ് ടച്ചസ് ഡ്രമാറ്റിക് മോണോലോഗാണ്. അതിന് പകരമാണ് ആപ്റ്റ് വോഗ്ലർ ആവാം, ആൻഡ്രിയ സാറ്റോ ആവാം. ഏതായാലും ശരി എടുത്തു തരുന്നതായിരിക്കും. പിന്നെ ഡോർ ബീച്ചാണ്. അതിന് വരുമ്പോൾ സ്കോളർ ജിപ്സി ആണെങ്കിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ എലിജി റിട്ടനെ കൺട്രി ചർച്ചയാൾ എന്തായാലും മാറ്റമില്ലാത്തൊരു പരീക്ഷയാണ്. കാരണം തോമസ് ഗ്രേ ഈസ് നോൺ ആസ് ദ ആർബിഞ്ചർ ഓഫ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുകയില്ല. അതുണ്ടെങ്കിൽ അത് പഠിപ്പിക്കും. ഇപ്പോൾ വേർഡ്സ് ഓഫ് ഇന്നണബി ലൈൻസിന് പകരം ഓട്ട് ഇനിമേഷൻ ഇമ്മോർട്ടാലിറ്റി ആണെങ്കിൽ അത് പഠിപ്പിക്കും. സ്കൈലാർക്കിന് പകരം വെസ്റ്റ് വിൻഡ് ആണെങ്കിൽ, അപ്പോൾ ഗ്രീഷ്ണന് പകരം നൈറ്റിംഗേൽ അല്ലെങ്കിൽ ഓട്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പരീക്ഷ, അതായത് റൊമാൻറ്റിക്സ് നിങ്ങൾക്കറിയാം, ഇത് റൊമാൻറ്റിക്സ് ആണ്. അതായത് റൊമാൻറ്റിക്സ് വിക്ടോറിയൻസ് ആണ്. ഇത് റൊമാൻറ്റിക്സ്, ഇത് വിക്ടോറിയൻസ്. ഇപ്പോൾ റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് പോയട്രിയിൽ മാറ്റം ഉണ്ടെങ്കിൽ പഠിക്കും. പക്ഷേ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്താണ്, വിക്ടോറിയൻ പ്രത്യേകത എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ജോൺ മിൽട്ടൻ്റെ കുറിച്ച് ക്ലാസ്സുകൾ. പോയട്രിയിൽ ഇതാണ് സിലബസ്. ഇനി മാറാൻ സാധ്യതയുള്ള മേഖല അടുത്തതെന്ന് പറഞ്ഞാൽ ഈറ്റ്സ്. ഇതാണ് പോയട്രി. ഇതും കൂടെ ഉണ്ട്. മോഡേൺ പോയട്രിയിൽ മോഡേൺ റൈറ്റർ WB ഈറ്റ്സ് ആണ്. പ്രയർ ഫോർ മൈ ഡോട്ടർ ആണ്. ചിലപ്പോൾ അത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വേറെ കവിത വരാം. WB ഈറ്റ്സിന് ഈസ്റ്റർ 96 ആവാം. പിന്നെ സെലിയ പ്ലാത്ത് ഡാഡി തന്നെ ആയിരിക്കും. ചിലപ്പോൾ മിറർ ചോദിക്കാം. ടാഗോർ. ഇതൊന്നും ഇന്ത്യൻ റൈറ്റിങ്സിന് ഇംഗ്ലീഷാണ്. ഇതൊക്കെ ഇന്ത്യൻ റൈറ്റിങ്സ്. ഇത് അമേരിക്കൻസ് ആണ് കേട്ടോ. ആഫ്രിക്കൻ ഇതൊന്നും മാറ്റമുള്ള ഇന്ത്യൻ റൈറ്റേഴ്സ്, മോഡേൺ ഇന്ത്യൻ റൈറ്റേഴ്സാണ്. ഈ മീന അലക്സാണ്ടർ. പിന്നെ കനേഡിയൻ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പോയട്രീൻ്റെ ഒരു പേപ്പറാണ്. ഇതിലാണ് പ്രധാനമായും മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു മേഖല. ഇത് അതിനനുസരിച്ചിട്ട് ക്ലാസ് എടുത്തു തരും. ഇപ്പോൾ ഈ സിലബസ് തന്നെ ഫോളോ ചെയ്യും. സിലബസ് ഫോളോ ചെയ്യുന്നു. അഥവാ മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റമുള്ള സിലബസ് നിങ്ങളെ പഠിപ്പിക്കും. റൈറ്റ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ 3 ഏരിയ. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ഡ്രാമയാണ്. മാക്ബത്തിന് പകരം ചിലപ്പോൾ ഒഥല്ലോ ആവാം, അല്ലെങ്കിൽ കിങ് ലിയർ ആവാം. പിന്നെ ഷെറിഡൻ സ്കൂൾ ഫോർ കാനൽ പകരം റൈവൽസ് ആവാം. ഇതൊക്കെ ഒരു മാറ്റമാണ്. ചിലപ്പോൾ റൈവൽസ് ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് അതങ്ങനെ തന്നെ വരും. ഡോൾസ് ഹൗസോ അല്ലെങ്കിൽ ഗോസ്റ്റോ ആവാം. ഷായുടെ ബിഗ്മാനിൽ പകരം ആംസ് ആൻഡ് ദ മാൻ ആവാം. അപ്പോൾ ഇത് ഡ്രാമയിലും ചിലപ്പോൾ മാറ്റാം. ഇപ്പോൾ ഡെത്ത് ഓഫ് സൈരിസിന് പകരം ഓൾ മൈ സൺസ് ആവാം. അല്ലെ ബക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗോഡ് തന്നെയായിരിക്കും. സിഞ്ച് ആണെങ്കിൽ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ചോദിക്കാം. അപ്പോൾ ഈ ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡലയ്ക്ക് പകരം തുഗ്ലക്ക് വരാം, ഹയവദന വരാം. അപ്പോൾ ഇതൊക്കെ നാടകമാണ്, പ്ലേ ആണ്. പ്ലേ ഇപ്പോൾ ഇതുപോലെ പഠിപ്പിക്കും. മാറ്റം വരുന്നതനുസരിച്ച് മാറ്റും. പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഫിക്ഷനാണ്. ഇത് ചിലപ്പം ബാക്കണെന്ന് മാറിയല്ല. സ്റ്റീല്, ബാക്കൺ ഇതൊക്കെ ചില മാറാം. ഗാർഡിനർ, ഫോസ്റ്റർ, റസൽ, രാധാകൃഷ്ണൻ. പിന്നെ നോവൽസിൽ മാറാം. എമിലി ബ്രോണ്ടിക്ക്,
ജോർജ് ഓർവെൽ ആനിമൽ ഫാം, 1984 ആവാം. ഓൾഡ് മെൻ സീക്ക് ഫോർ ഫെയർവെൽ ടു ആംസ് ആവാം, അല്ലെ ഫോർ ഹൂം ദ ബെൽ ടോൾസ് ആവാം. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റമാണ്. റോയ്, ഇതൊക്കെ മാറാൻ ടോണി മൊറൈസൺ, സൈദേശ് പാണ്ഡെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയയിൽ മാറ്റത്തിന് സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അത് മാറുന്നതിനനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് 4th മൊഡ്യൂൾ നോക്കുക. ഇതൊന്നും ഒരു ലിറ്റററി ക്രിറ്റിസിസമാണ് ആൻഡ് ടേംസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. HST ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരീക്ഷയുണ്ട്. അതായത് സെൻട്രൽ സ്കൂൾ ടീച്ചർ ആവാനുള്ള പരീക്ഷകളുണ്ട്. അത്തരം പരീക്ഷകൾ ഇപ്പോൾ നിങ്ങൾക്ക് PGT അല്ലെങ്കിൽ TGT, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ സെൻട്രൽ സ്കൂൾ, നവോദയ സ്കൂൾസിലൊക്കെ വിളിക്കാറുണ്ട്. നല്ല അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ വിളിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കും, അല്ലെങ്കിൽ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കും, അല്ലെങ്കിൽ പ്രൈമറി ടീച്ചർ വിളിക്കും. ആ സമയത്ത് ഇംഗ്ലീഷ് നല്ല അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത്തരം പരീക്ഷകൾക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏത് മേഖലയാണ്? ആ മേഖലയാണ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം നല്ലപോലെ അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷയും അനായാസം ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അതാണ് നോക്കേണ്ടത്. ഏറ്റവും വിഷമമുള്ള ഒരു മേഖലയാണ് ലിറ്റററി ക്രിറ്റിസിസം. പിന്നെ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് ഉണ്ട്, MH അബ്രാംസിൻ്റെ. അതാണ് നോക്കേണ്ടത്. രസധ്വനി ഇന്ത്യൻ ഈസ്തറ്റിക്സ് ആണ്. ഇതൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. പോയറ്റിക്സ് മാറുകയില്ല. പ്രിവിസ് വേദക്കർ ബാലഡ്സ് ഉണ്ട്, ബയോഗ്രാഫി ലിറ്റററി ഉണ്ട്, സ്റ്റഡി ഓഫ് പോയട്രി ഉണ്ട്, ട്രഡീഷണൽ ടാലൻ്റ് ഉണ്ട്, സൊഷോർ ഉണ്ട്, ഉണ്ടോ, ലിംഗ്വിസ്റ്റിക് സൈൻ, എയ്ലൻ ഷോവാൾട്ടർ ഉണ്ട്. ഇതാണ് ലിറ്റററി ക്രിറ്റിസിസം. കൂടാതെ അടുത്ത് നോക്കുക, ഉണ്ടോ, ലിറ്റററി ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ്. ഇതിപ്പോൾ ലോഞ്ചൈനസ് ചേർക്കാം, ലാൻഡ് ട്രില്ലിംഗ് വരാം, അല്ലെങ്കിൽ പുതിയ എലൻ കൾച്ചർ സ്റ്റഡീസ് കുറച്ച് ഭാഗങ്ങൾ വരാം, ലഖാൻ വരാം, അങ്ങനെയുള്ള ആളുകൾ, റോളാങ് ബാർത്ത് ചോദിക്കാം. ഇതൊക്കെ ഈ ഏരിയയിൽ വരാം ലിറ്റററി ക്രിറ്റിസിസത്തിൽ. ഇവിടെ കണ്ട് MH അബ്രാംസ് ഈ ഏരിയ ക്ലാസിസിസം, റൊമാൻറ്റിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, ഇതാണ് ഈ ഏരിയ. ഇത് വളരെ പ്രധാനപ്പെട്ട മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, ക്രിറ്റിസിസം, പോസ്റ്റ് കൊളോണിയലിസം, ഈ മേഖല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. നിയോ ക്ലാസിസിസം, ഹ്യൂമനിസം, റിയലിസം, സിംബോളിസം. അതായത് നിങ്ങൾക്കറിയാം ഈ ലിറ്റററി ക്രിറ്റിസിസത്തിൽ എലിയട്ട് ട്രഡീഷണൽ ടാലൻ്റാണ് ചോദിച്ചത്. അത് ചിലപ്പം മാറി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ സൊഷോർ ഈ ട്രഡീഷണൽ ടാലൻ്റ് പകരം വേറെ എന്തെങ്കിലും, ഡിസോസിയേഷൻ സെൻസിബിലിറ്റി, ആ മേഖലയിൽ ഒരു എസ്സേ വരാം. അല്ലെങ്കിൽ ഷോവാൾട്ടർ ടുവേർഡ്സ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. അപ്പോൾ ഈ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ ലിറ്റററി ക്രിറ്റിസിസം നല്ലപോലെ അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹി ക്യാൻ ക്വാളിഫൈ എനി ടെസ്റ്റ്. ഏത് ടെസ്റ്റും ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ MH അബ്രാംസിൻ്റെ ഈ ഗ്ലോസറി ലിറ്റററി ടേംസിലെ പാർട്ട്, ക്ലാസിസം എന്താണ്, റൊമാൻറ്റിസം എന്താണ്, ഹ്യൂമനിസം എന്താണ്, ഇത് വളരെ വിശദമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ നല്ല ഐഡിയ വരും. ഇപ്പോൾ ക്ലാസിസിസം പഠിക്കുമ്പോൾ, റൊമാൻറ്റിസിസം പഠിക്കുമ്പോൾ നിങ്ങൾ യു വിൽ ബി ലേണിംഗ് വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്. ജനറേഷൻ കംപ്ലീറ്റ് പഠിക്കും. ഫസ്റ്റ് ജനറേഷൻ പോയറ്റ്സ് വേർഡ്സ്വർത്ത്, S.T. കോളറിഡ്ജ്, റോബർട്ട് സദേ. സെക്കൻഡ് ജനറേഷൻ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ. തേർഡ് ജനറേഷൻ ആർണോൾഡ്, ടെന്നിസൺ, മാത്യു ആർണോൾഡ്, റോബർട്ട് ബ്രൗണിംഗ്. മോഡേൺ പോയറ്റ്സ് W.B. യീറ്റ്സ്, T.S. എലിയട്ട്, എസ്ര പൗണ്ട്, W.H. Auden. ഇതൊക്കെ നമ്മൾ പഠിക്കും. സിംബോളിസം പഠിക്കും. റഷ്യൻ ഫോർമലിസം അറിയണം. മാസിസം, സ്ട്രക്ചറലിസം. ഈ ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ലിറ്ററേച്ചറിനെക്കുറിച്ച് നല്ലൊരു ധാരണയൊക്കെ ഉണ്ടാവും. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഞങ്ങൾ കൊടുക്കുന്നത്. ഫോക്കസ് ഈസ് ഓൺ ബോട്ട് ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസം പറഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ പഠിപ്പിക്കുകയല്ല, അത് കൃത്യമായ ക്ലാസ്, നന്ന ഭംഗിയായ ക്ലാസ്സുകൾ. അതായത് നിങ്ങളെ ഒന്നുകിൽ സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സസ്. ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടാവും. ഇവാലുവേഷൻ നടത്തിയിട്ട് സ്ട്രാറ്റജി മാറ്റും ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാം തരം വളരെ കൃത്യമായി കരിക്കുലം ഡിസൈൻ ചെയ്ത്
ആ കരിക്കുലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം വി ഫോക്കസ് ഓൺ, ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതിലാണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി മൂവ്മെൻറ്റ്സിലാണ്. ഇതാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടത്. HST ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട ഭാഗം ഇതാണ്. ഇത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് അനായാസമായി HST ഇംഗ്ലീഷ് പാസ്സാവാം, HSST ഇംഗ്ലീഷ് പാസ്സാവാം, അസിസ്റ്റന്റ് പ്രൊഫസർ കോളേജിയറ്റാണ് അതും പാസ്സാവാം. നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ മാറ്ററും ഇതിൽ കിട്ടും. ഇത് വളരെ വിശദമായ ക്ലാസ്സുകൾ കൊടുക്കും ഈ മൊഡ്യൂളിൽ. പിന്നെ അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിംഗ്വിസ്റ്റിക്സ് ആണ്, ഫോണോളജി. ഇതിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. അതായത് 4, 5, 6, 7 മേഖലകൾ മാറ്റങ്ങൾ തീരെ ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഫോണോളജി, മോർഫോളജി, സിൻടാക്ട്, സെമാൻറ്റിക്സ്, കോമ്പിറ്റൻസ്, പെർഫോമൻസ്, നോം ചോംസ്കി കണ്ടില്ലേ, ലോൺ വേർഡ്സ്, ഇംഗ്ലീഷസ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, ഈ മേഖല, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഈ മേഖലക്കൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. ഓർമ്മിക്കേണ്ട കാര്യം 4, 5, 6, 7, 8 മേഖലകളിൽ, അതായത് ഈ 8 മൊഡ്യൂൾസാണുള്ളത്. ഈ ആദ്യത്തെ 3 ഒഴിച്ച് ബാക്കി ഒരു മൊഡ്യൂളിലും വലിയ മാറ്റങ്ങൾ വരാനില്ല. അഥവാ മാറ്റങ്ങൾ വന്നാലും പ്രയാസമില്ല, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, ഇതൊക്കെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ഫോണോളജി, ഫോണറ്റിക്സിൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോകും. ലിറ്റററി ക്രിറ്റിസിസം, ഫോണോളജി, ഫോണറ്റിക്സ്, ഈ മേഖലയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ മേഖലയിൽ വളരെ കൃത്യമായ, വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത ക്ലാസ്സുകളായിരിക്കും. പിന്നെ അടുത്ത മൊഡ്യൂൾ നോക്ക് നിങ്ങൾ. നെക്സ്റ്റ് മൊഡ്യൂൾ, അതായത് 6ാമത്തെ മൊഡ്യൂൾ, സെൻറ്റൻസ് കറക്ഷൻ, വൊക്കാബുലറി, ഇതൊക്കെ എത്ര പഠിക്കാം നിങ്ങൾക്ക്. അതായത് എഡിറ്റിംഗ് ആണ്, സിൻടാക്റ്റിക്കൽ എഡിറ്റിംഗ് ആണ്. എങ്ങനെ സെൻറ്റൻസ് കറക്ഷൻ വരുന്നു, നോൺ കറക്ഷൻസ്, പ്രോനൗൺ കറക്ഷൻസ്, അഡ്ജക്റ്റീവ് കറക്ഷൻസ്, അങ്ങനെ വ്യത്യസ്തമായ കറക്ഷനുകൾ ധാരാളം ചെയ്യും. വൊക്കാബുലറി, സിനണിംസ്, ആൻ്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്, ലാംഗ്വേജ് ഫങ്ഷൻസ്, അഗ്രീയിങ്, കംപ്ലൈനിങ്, വേർഡ് ഓർഡർ, സെൻറ്റൻസ് ഓർഡർ, ഇഡിയംസ്, ഇതൊക്കെ ഒരു മാറ്റവും വരികയില്ല. ഏത് പരീക്ഷയ്ക്കും ഒരേ മോഡലായിരിക്കും. ഇതിൻ്റെ സിലബസിന് മാറ്റം വരികയില്ല. ഓർമ്മിക്കണം, 4, 5, 6, 7 എടുക്കും. ഇത് നോക്കണം, ലാംഗ്വേജ് എലിമെൻറ്റ്സ് ആണ്. ആർട്ടിക്കിൾ, പ്രൊപ്പോസിഷൻസ്, ക്ലോസസ്, ടെൻസസ്, ഫ്രൈസൽ വെർബ്സ്, കൺജങ്ഷൻസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്, പാഴ്സിംഗ് എന്ന് പറയും. സിമ്പിൾ സെൻറ്റൻസ് കോമ്പൗണ്ട് ആക്കുക. കോമ്പൗണ്ട് 2 സിമ്പിൾ സെൻറ്റൻസ്. ദ വേസ് ഓഫ് കമ്പൈനിങ് 2 or more സിമ്പിൾ സെൻറ്റൻസ് ടു 1 സിമ്പിൾ സെൻറ്റൻസ്. ദ വേസ് ഓഫ് കമ്പൈനിങ് 2 or more സിമ്പിൾ സെൻറ്റൻസ് ഇൻറ്റു 1 സിമ്പിൾ സെൻറ്റൻസ്, 1 കോംപ്ലക്സ് സെൻറ്റൻസ്. ദറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, ഇങ്ങനെ പരസ്പരം മാറ്റുന്ന പാഴ്സിംഗ് എന്ന് പറയും. അനാലിസിസ് ഓഫ് സെൻറ്റൻസസ്, അതാണ്. ഇതിനൊന്നൊരു മാറ്റം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത് അതായത് 4, 5, 6, 7. പിന്നെ 8ാമത്തെ മൊഡ്യൂൾ, ഇതാണ് മൊഡ്യൂൾ കണ്ടോ. സ്കൂൾ ഇതൊന്നും മാറ്റമില്ല. ബിഹേവിയറിസം, കഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ലാംഗ്വേജ് സ്കിൽസ്, അക്വിസിഷൻ ലേണിംഗ്, ക്രാഷൻ തിയറി ഉണ്ട്, ക്രാഷൻസ് ഹൈപ്പോത്തീസിസ്, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, GT, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ദെൻ ഓഡിയോ ലിങ്ക് ഡയറക്റ്റ് മെത്തേഡ്സ്, സ്ട്രക്ചറൽ ഓറൽ മെത്തേഡ്സ് ഉണ്ട്, അപ്രോച്ചസ്. ഇതൊന്നും യാതൊരു മാറ്റവും ഒരു സിലബസ് മാറിയാലും ഉണ്ടാവുകയില്ല. റൈറ്റ്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്, ഇംഗ്ലീഷിൽ പാർട്ട് ബിയിൽ 1, 2, 3 മൊഡ്യൂളുകൾക്ക് മാത്രമേ സിലബസിൽ മാറ്റം വരാനുള്ളൂ. 5, 6, 7, 8 മേഖലകളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അഥവാ വന്നാൽ തന്നെ ചില ആഡിങ്സ് മാത്രമായിരിക്കും. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ റെമഡി ചെയ്യും. ഇതാണ് സിലബസ്. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കുക. HSC ഇംഗ്ലീഷ് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഈ സമയം നല്ലപോലെ ഉപയോഗപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഓർമ്മിക്കണം, ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ പൊതുവെ എന്താണ്, കേരളക്കാരെന്താ ചെയ്യുക, ആ പരീക്ഷയിൽ മുൻകൂട്ടി പ്ലാനിങ് ഇല്ല നമുക്ക്. നമ്മൾ ആ സമയം തട്ടിക്കൂട്ടലാണ്. ഇതല്ല, ഇത് സിലബസ് കൃത്യമായി മനസ്സിലാക്കി പീരീഡ് വൈസ്, ക്രോണോളജിക്കൽ വൈസസ്, സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് കൃത്യം മനസ്സിലാക്കിയിട്ട് ഓരോ പീരീഡിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കി വളരെ സമഗ്രമായ ക്ലാസ്സുകളായിരിക്കും. അതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എലിസബത്തൻ പീരീഡ്, ആ പീരീഡിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, വിക്ടോറിയൻ പീരീഡിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ ലിറ്റററി മൂവ്മെൻറ്റ്സ് ഉണ്ടായി, അവിടെ എന്തൊക്കെ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായി,
എന്തൊക്കെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായി, അതിൻ്റെ ഭാഗം എന്തൊക്കെ കൃതികളുണ്ടായി, അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ്സുകളായിരിക്കും. ക്ലാസ് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭര ആളുകളാണ്. നിരവധി വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ച് പരിചയസമ്പന്നരായ കോമ്പിറ്റൻ്റായ ക്വാളിഫൈഡായ ടീച്ചേഴ്സാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. നോക്കനി നമ്മളെ ടീം ഓഫ് സ്റ്റാഫ് ഇത് ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ വിജയമാണ്. കാരണം കഴിഞ്ഞ ഒരു HST ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞങ്ങൾ നടത്തി നിരവധി റാങ്ക് ഹോൾഡേഴ്സിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം HSC റാങ്ക് ഹോൾഡേഴ്സാണ് ഇതൊക്കെ. ഇംഗ്ലീഷ് 2nd റാങ്ക് ഉണ്ടല്ലേ, മാത്തമാറ്റിക്സ് റാങ്ക് ഉണ്ട്. ഇതൊക്കെ മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും റാങ്ക് നേടിയ ആളുകളാണ്. മാത്തമാറ്റിക്സ് ആൻഡ് നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ എല്ലാ സബ്ജക്ട്സിനും, അതായത് HST ഇംഗ്ലീഷിൻ്റെ HST മാത്തമാറ്റിക്സ്, HST ഇംഗ്ലീഷ്, HST സോഷ്യൽ സയൻസ്, അങ്ങനെ എല്ലാ പരീക്ഷകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നടത്തിയതിൻ്റെ വിജയത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. റാങ്ക് ഹോൾഡേഴ്സിന്, നിരവധി റാങ്ക് ഹോൾഡേഴ്സിന്, നിരവധി ആളുകൾക്ക് ജോലി പ്രവേശിക്കാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഒരു റെക്കോർഡ് ഹിസ്റ്ററി ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ രംഗത്ത് ഞങ്ങൾ നവാഗതരല്ല. ഞങ്ങൾ നിരവധി ആളുകളെ പഠിപ്പിച്ച് പരിചയമുള്ള ആളുകളാണ്. നിരവധി റാങ്ക് ഹോൾഡേഴ്സിനെ ഉണ്ടാക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇതാണ് ഞങ്ങളുടെ ടീം ഓഫ് സ്റ്റാഫ്. അതായത് ഞങ്ങളെ ഈ HST ഇംഗ്ലീഷ് കോർഡിനേറ്റ് ചെയ്യുന്നത് HSC ഇംഗ്ലീഷിന് ഒരു ക്ലസ്റ്റർ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സ് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ VG പ്രശാന്ത്, അദ്ദേഹം R ശങ്കർ മെമ്മോറിയൽ SNDP യോഗം കോളേജിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. വർഷങ്ങളായി പഠിപ്പിച്ച് പരിചയമുള്ള ആളാണ്. MPhil കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhilഉം കണ്ണൂർ യൂണിവേഴ്സിറ്റി PhD നേടിയ ആളാണ്. അത് മാത്രമല്ല, അയാൾ ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ, കോഴിക്കോട് പ്രൗഢമായ കോളേജാണ്, അവിടുത്തെ റിസർച്ച് ഗൈഡാണ് ഡോക്ടർ പ്രശാന്ത് സാർ. അദ്ദേഹമാണ് വർഷങ്ങളായി പരിചയമുള്ള പ്രശാന്ത് സാറാണ് ഞങ്ങളെ വൺ ഓഫ് ദ എമിനൻറ്റ് ടീച്ചേഴ്സ്. ഞങ്ങളെ നയിക്കുന്നത് ഇംഗ്ലീഷ് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് ആളുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അവരാണ് ഡോക്ടർ VG പ്രശാന്ത്. പ്രശാന്ത് സാർ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ പല മേഖലയിലും ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ പേപ്പർ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. പിന്നെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ മെൻറ്ററാണ്. നിങ്ങളെ മെൻറ്ററായിരിക്കും അദ്ദേഹം. എന്ത് സംശയം എന്ന് ചോദിക്കാം, അദ്ദേഹമായി വൺ ഓഫ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫ് അവർ ടീം. അടുത്തത് മിസ്റ്റർ നാസറാണ്. ഇദ്ദേഹം SCRT വിദഗ്ധനാണ്. അദ്ദേഹം ഒരു കവിയാണ്, റിട്ടയർഡ് HSST ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇതൊക്കെ. കവിതകൾ എഴുതാറുണ്ട്. അദ്ദേഹം ഞങ്ങളെ വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് അവർ ടീച്ചിങ് ഫാക്കൽറ്റി. അപ്പോൾ ഓർമ്മിക്കുക, നാസർ. പിന്നെ ബിന്ദു മാഡത്തെ ഞങ്ങൾക്കറിയാം, ഡോക്ടർ ബിന്ദു അമാറ്റ്, ഫോർമർ ഹെഡ് ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് പ്രോവിഡൻസ് കോളേജിലെ അധ്യാപികയായിരുന്നു. റീസെൻ്റ്ലി റിട്ടയർഡാണ്. അവർ ഈ രംഗത്ത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ആളാണ്. ടീച്ചർ പഠിക്കുന്ന കാലത്തെന്ന് പറഞ്ഞാൽ റാങ്ക് ഹോൾഡറായിരുന്നു. അതായത് PG UG റാങ്ക് കിട്ടിയ ആളാണ്. MPhil JRF ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് കിട്ടിയ ആളാണ്. പിന്നെ അക്കോംപ്ലിഷ്ഡ് ഒറേറ്ററാണ്, സാഹിത്യകാരിയാണ്. KLF പോലെയുള്ള ഈ സാഹിത്യ മേളകളിലൊക്കെ സജീവ സാന്നിധ്യമാണ് അവർ. ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഈ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ ബിന്ദു അമാറ്റ്. ആ ടീച്ചർ അവർ ഞങ്ങളെ വൺ ഓഫ് ദ ഫാക്കൽറ്റീസ്. പിന്നെ നെക്സ്റ്റ് നോക്കണം, ഡോക്ടർ ജോണി J വടക്കയിൽ. അദ്ദേഹം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇംഗ്ലീഷ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം PhD ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ PhD ഉണ്ട്. ELT-യിലാണ് PhD. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഓഥേർഡാണ്, ഒരുപാട് പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളെ വൺ ഓഫ് ദ ഫാക്കൽറ്റീസ് ആയിരിക്കും. ഞങ്ങളെ കാര്യമായി പഠിപ്പിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ, ഇത് ഞാനാണ്. ഞാൻ ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ആളാണ്. അതാണ് MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി ഉണ്ട് എനിക്ക്. ഞാൻ ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് FLU ഹൈദരാബാദിൽ നിന്ന് നേടിയ ആളാണ് 1996.
19 പിന്നെ പ്രിൻസിപ്പൽ ഗവർണർ എനിക്ക് കോമ്പറ്റീവ് എക്സാമിനേഷൻ രംഗത്ത് ഒരുപാട് കാലത്ത് പരിചയമുണ്ട്. ഈ കഴിഞ്ഞ HSTയും HSSTയും പ്രെപ്പ് സ്കെയിൽ ലേണിംഗ് ആപ്പിൻ്റെത് കോർഡിനേറ്റ് ചെയ്ത ആൾ ഞാനായിരുന്നു. ഇവരൊക്കെ കോർഡിനേഷനാണ് എൻ്റെ ജോലി. ഞാൻ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഈ റിസർച്ച് വർക്കിൻ്റെ മുഴുവൻ നേതൃത്വവും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ക്ലസ്റ്റർ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അൺഎയ്ഡഡ് കോളേജിലെയും ഒരുപാട് ടീച്ചേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പ്രഗത്ഭരായ 3-4 വ്യക്തികളായിരിക്കും. അതിൻ്റെ റിസർച്ച് വർക്ക് ചെയ്യുന്നതും അങ്ങനെ ആളുകളായിരിക്കും. വളരെ മെറ്റിക്കുലസായി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നു. അതായത് മാത്രമല്ല, നിങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങളെ മെൻറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങളെപ്പോഴും നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിന് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളെപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഭംഗിയായി എപ്പോഴും ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയാനും സംശയങ്ങൾ നിർവഹിക്കാനും ഒക്കെ തന്നെ സാധിക്കും. നെക്സ്റ്റ്, ഇതാണ് ടീച്ചേഴ്സിൻ്റെ പാറ്റേൺ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് അതിൻ്റെ PDF നോട്ട്സ് കൊടുക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ ഒബ്ജക്റ്റീവ് അല്ല, സർട്ടൺ റൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ റൈറ്റിങ്ങിനെയും കണക്കായിക്കൊണ്ടുള്ള PDF നോട്ട്സ് ഞങ്ങൾ കൊടുക്കും. പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പോൾ ക്രിറ്റിസിസം ഒക്കെ ആണെങ്കിൽ ലൈവ് ക്ലാസ് ആയിരിക്കും. അതായത് നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. PDF നോട്ട്സ് ഉണ്ടാവും. പിന്നെ ടൈം ടേബിൾ കൃത്യമായിരിക്കും. ഓരോ ദിവസവും ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കും. ടൈം ടേബിൾ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കണം എന്നെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് വേണ്ടത് അറിവല്ല, അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്. പരീക്ഷയെ നമ്മൾ അറിഞ്ഞ് പഠിക്കണം. സിലബസ് അറിഞ്ഞ് പരീക്ഷ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുള്ളതുകൊണ്ട് പരീക്ഷ പാസ്സാവണമെന്നില്ല. ഫോക്കസ് ചെയ്ത് എവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, മുൻ പരീക്ഷകൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു മത്സര പരീക്ഷ എങ്ങനെയാണ്, എന്തൊക്കെ ചോദിക്കാം, മുൻ പരീക്ഷകൾ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ, ഇങ്ങനെ ആലോചിച്ച് കൃത്യമായി ഉള്ള ഒരു ഇവാലുവേഷൻ മെത്തഡോളജിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈം ടേബിൾ ബേസ്ഡ് ലേണിംഗ് ആണ്. ടൈം ടേബിൾ ഉണ്ടായിരിക്കും. പിന്നെ ഇവാലുവേഷൻ എല്ലാം ഉണ്ടായിരിക്കും. ഒരു മൊഡ്യൂൾ ഉദാഹരണത്തിന് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് പഠിപ്പിക്കുന്നതായിരിക്കുക. പോയറ്റിക്സിൽ അന്ന് തന്നെ പോയറ്റിക്സ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു 30 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷ നടത്തും. അതിൻ്റെ ഡിസ്കഷൻ അവിടെ നടക്കും. 30 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു തരും. വീണ്ടും ഒരു 30 ചോദ്യങ്ങൾ തരും. അപ്പോൾ ഇങ്ങനെ പരീക്ഷ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊരു ഫെമിലിയർ ആവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരുപാട് അറിവുള്ള ആളുകളാണ്. ആ അറിവ് നിങ്ങളൊന്നുകൂടി എന്ത് ചെയ്യും, അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. ഇങ്ങനെ ഒരു പഠന രീതിയാണ് ഈ പ്രെപ്പ് സ്കെയിൽ ലേണിംഗ് ആപ്പ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ HST ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പരീക്ഷ അടുത്ത് വരാനിരിക്കുകയാണ്. ആ പരീക്ഷയെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ്. ആ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി നമ്മൾ അടുത്ത ദിവസം തന്നെ, അതായത് അടുത്ത വർഷങ്ങളിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്ലാസ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. സെക്കൻഡ് ബാച്ചാണ്. ഒരു ബാച്ച് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ബാച്ചിലേക്കാണ് പ്രവേശനം കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ്. നോക്കുക നിങ്ങൾ, ഇതാണ് ഞങ്ങളെ ജനറൽ സബ്ജക്ട് സൈക്കോളജി എടുക്കുന്നത് ഡോക്ടർ V ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ അറിയാം ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ PhD ഹോൾഡറാണ്. 35 വർഷമായി അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്ന് അങ്ങാടിയിൽ ലഭ്യമാണ്. അതായത് എല്ലാ പുസ്തകങ്ങളിലും ഡോക്ടർ V ബാലകൃഷ്ണൻ എഴുതിയ മെത്തഡോളജി ഓഫ് ടീച്ചിങ്, അതുപോലെ തന്നെ മനഃശാസ്ത്രം, സൈക്കോളജീൻ്റെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒരാളാണ്, ഡോക്ടർ V ബാലകൃഷ്ണൻ. നെക്സ്റ്റ് വൺ നോക്കാം. ഈ ക്ലാസ് കഴിഞ്ഞ ആളുകൾ രാജൻ കാവിലാണ്. അദ്ദേഹം ഇന്ത്യൻ പോളിറ്റി കൈകാര്യം ചെയ്യുന്ന ആളാണ്. റാങ്ക് ഹോൾഡറായിരുന്നു. ഒരുപാട് കാലമായി ഈ രംഗത്തുള്ള ആളാണ്. റിട്ടയർഡ് പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറിയിലെ. അദ്ദേഹമാണ് നമ്മളെ ഇന്ത്യൻ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ,
ഭരണഘടനയെ ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പൊതുവിജ്ഞാനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഈ 2 പേരാണ് മിസ്റ്റർ ശ്യാമും മിസ്റ്റർ വൈശാഖുമാണ്. ഇവരാണ് നമ്മളെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ 3 മൊഡ്യൂൾസ്. പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകൾ, ഒരു ക്ലസ്റ്റർ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾ ക്ലാസ്സുകൾ നൽകും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നിങ്ങൾക്കറിയാം, HST ഇംഗ്ലീഷ് ക്വാളിഫൈ ആണെങ്കിൽ, നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഞങ്ങൾ അടുത്ത HST പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടി വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് കൃത്യം പരീക്ഷ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിജയം നേടാൻ കഴിയും. യാതൊരു ആശങ്കയ്ക്കും ഇവിടെ സ്ഥാനമില്ല. നന്നായി പഠിക്കുക ഇനിയുള്ള സമയങ്ങളിൽ, കേട്ടില്ലേ? നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക. ബി പോസിറ്റീവ്, ബി സ്മാർട്ട്. അതുകൊണ്ട് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക, ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ HST ഇംഗ്ലീഷ് എന്ന പരീക്ഷ വളരെ സ്വാഗതം ചെയ്യാൻ, വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ സ്വാഗതം ചെയ്യട്ടെ. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.